ഉദ്ഹിയ്യത്തിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് വലിയ ഒരു സൽക്കർമ്മമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പെരുന്നാൾ ദിവസത്തിൽ ഉദ്ഹിയ്യത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ലല്ലോ. അതുകൊണ്ട് ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ ഒന്ന് തയ്യാറാകുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുത്തിട്ടുള്ളത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ അമില ഇബ്നു ആദമ യൗമൻ നഹ്രി അമലൻ അഹബ്ബ ഇലല്ലാഹി അസ്സ വജൽ മിൻ ഇറാഖത്തി ദം. പെരുന്നാൾ ദിവസത്തിൽ ആദം സന്തതികളിൽ നിന്ന് ഒരാളും തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സുഹൃതം ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിനേക്കാൾ വലുത് ഒന്നും ചെയ്യുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ദുആക്ക് ഇജാബത്തുള്ള വളരെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് പെരുന്നാൾ ദിവസം. ആ പെരുന്നാൾ ദിവസത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യന് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ സുഹൃതം ആരാധന, അത് ബലികർമ്മം നിർവഹിക്കുക എന്നതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ സന്ദേശം, ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ താങ്കൾക്ക് ഞാൻ ഒട്ടനവധി അനുഗ്രഹങ്ങൾ, ഒരുപാട് നന്മകൾ നൽകിയിട്ടുണ്ട്. കൗസർ എന്ന് പറയുന്ന ഈ പദത്തിന് ഒരുപാട് അർത്ഥതലങ്ങൾ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിച്ചിരിക്കുകയാണ്. 13ഓളം അർത്ഥങ്ങൾ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കേട്ടത് ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്ക് ഹൗദുൽ കൗസർ നൽകി എന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിന് വേറെയും കുറെ അർത്ഥങ്ങളുണ്ട്. ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ താങ്കൾക്ക് ഞാൻ ഒട്ടനവധി നന്മകൾ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, അങ്ങയുടെ നാഥന് വേണ്ടി പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ നമസ്കരിക്കുകയും ബലിദാനം നടത്തുകയും വേണമെന്ന് അല്ലാഹു തആല നബി തങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അങ്ങയുടെ മക്കൾ ഓരോന്ന് മരിച്ചു പോകുമ്പോൾ വാലറ്റ് പോയവൻ എന്ന് പറഞ്ഞ് നബിതങ്ങളെ കളിയാക്കുന്നവൻ യഥാർത്ഥത്തിൽ അവനാണ് വാലറ്റ് പോയവനെന്ന് അല്ലാഹു തആല സന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. നബിതങ്ങളുടെ മക്കൾ ഓരോന്നായി ഇങ്ങനെ മരിച്ചുടങ്ങിയപ്പോൾ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി. ഏതായാലും മുഹമ്മദിന്റെ നിര്യാണത്തോടുകൂടെ അവന്റെ പ്രത്യായ ശാസ്ത്രം ഇസ്ലാം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാരണം അവന് അനന്തരക്കാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയവർക്കെതിരെയാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണിത്, ഏറ്റവും ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് ശത്രുക്കളിൽ നിന്ന് നബിതങ്ങൾക്ക് മോചനം നൽകിക്കൊണ്ട് അല്ലാഹു തആല അവതരിപ്പിച്ച ആയത്താണ്, സൂറത്താണ്. ഇതിലൂടെയാണ് അല്ലാഹു തആല ഉദ്ഹിയ്യത്തിനെ കുറിച്ചും അതുപോലെ പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചും പറയുന്നത്. അപ്പോൾ ഉദ്ഹിയ്യത്ത് നിർവഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് 2 നേട്ടങ്ങളാണ്. ഒന്ന്, ധാരാളം നന്മകൾ. ഉദ്ഹിയ്യത്ത് ഓരോ വർഷവും ഒരൽപ്പം കാശ് ചെലവഴിച്ചുകൊണ്ട് ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ആളുകൾക്ക്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശമാണ്. അതുപോലെ ശത്രുദോഷം തീരാൻ ഏറ്റവും നല്ലതാണ് ഉദ്ഹിയ്യത്ത്. ഈ 2 കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ദിവസത്തിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ സുഹൃതമെന്ന്
അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഉദ്ഹിയ്യത്തിനെ കുറിച്ചാണ്. ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മാ ഹാദിഹിൽ അദാഹി, എന്താണ് നബിയെ ഈ ഉദ്ഹിയ്യത്ത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സുന്നത്തു അബീകും ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തന്ന ചര്യയാണ് ഉദ്ഹിയ്യത്തെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വന്തം മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം 100 വയസ്സ് പിന്നിട്ടപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നൽകുന്നത്. 100 വയസ്സ് പിന്നിടുന്നത് വരെയും കുട്ടിയുണ്ടായില്ല. വിഷമിച്ച് അവസാനം നൽകിയ ആ കുട്ടിയെ അറവ് നടത്തണമെന്ന് അല്ലാഹു തആല സ്വപ്നത്തിലൂടെ ദർശനം നൽകിയപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയ കഥയെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. ആ അറുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അവസാനം സ്വർഗത്തിൽ നിന്ന് ഒരാടുമായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട്, അല്ലാഹു തആല നിങ്ങളെ പരീക്ഷണത്തിൽ, അല്ലാഹു തആല നടത്തിയ പരീക്ഷയിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, അതിനുള്ള സമ്മാനം ഇതാ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആടാണ്. ഇസ്മായിൽ നബി അറുക്കുന്നതിന് പകരം നിങ്ങൾ ഈ ആടിനെ അറുത്ത് വിതരണം ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവരെ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ് ആ ഇബ്രാഹിം നബി തുടക്കം കുറിച്ച സുന്നത്താണ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ബലിദാനം നടത്തുന്നതായി നിർവഹിക്കപ്പെടുന്നതെങ്കിൽ നാം ആലോചിക്കുക. സ്വർഗത്തിൽ കടക്കുന്ന 10ഓളം ജീവികളുണ്ട്. അതിൽപ്പെട്ട ഒരു ജീവിയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറവ് നടത്തിയ ആട് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്. ഖാലൂ ഫമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്, ഈ ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ നമുക്ക് എന്താണ് നേടാനുള്ളത് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് വീണ്ടും നബി തങ്ങളോട് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസനാ, ആ മൃഗത്തിന്റെ ശരീരത്തിലുള്ള ഓരോ രോമത്തിനനുസരിച്ചും പ്രിയപ്പെട്ടവരെ മനുഷ്യന് പാപമോചനം ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല വഇന്നഹു ലതഅതി യൗമൽ ഖിയാമത്തി ബിഫുറൂരിഹാ വഅഗ്ലാഫിഹാ വശിആരിഹാ വഇന്നദ്ദമ ലയഖഉ മിനല്ലാഹി അസ്സ വജല്ല ബിമകാനിൻ ഖബ്ല അൻ യകാലൽ അർളി. ആ മൃഗത്തെ അറുത്ത് അതിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് ഇറ്റ് വീഴുന്നതിന് മുമ്പ് ആ മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും ചെറുപാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലിമൂ ദഹായാകും ഫഇന്നഹാ അലാ സിറാത്തി മതായാകും, നിങ്ങൾ നിങ്ങളുടെ ബലിമൃഗത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. കാരണം അത് നിങ്ങൾക്ക് സിറാത്ത് പാലത്തിന്റെ മുകളിൽ സഞ്ചരിക്കാനുള്ള വാഹനമാണെന്ന് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മളൊരു വാഹനം എടുക്കുമ്പോ ആധുനിക ലോകത്ത് അത് അതിന്റെ ഏറ്റവും നല്ല പ്രൗഢിയുള്ള വാഹനമാകണമെന്ന് ഓരോരുത്തരും ഉദ്ദേശിക്കാറുണ്ട്. ഓരോരുത്തരുടെ കഴിവനുസരിച്ചും തോതനുസരിച്ചും ഒരു നല്ല വാഹനമാകണമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉദ്ദേശിക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് സിറാത്ത് പാലത്തിന് മുകളിൽ സഞ്ചരിക്കാനുള്ള വാഹനമാണ് ഉദ്ഹിയ്യത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മൻ ദഹാ തയ്യിബതൻ ബിഹാ നഫ്സുഹു മുഹ്തസിബൻ ലിഉദ്ഹിയ്യതിഹി കാനത് ലഹു ഹിജാബൻ മിനൻ നാർ. അല്ലാഹുവിന്റെ കൂലി മോഹിച്ചുകൊണ്ട് ഉദ്ഹിയ്യത്ത് നല്ല ഒരു മൃഗത്തെ ബലിദാനം നടത്തുന്ന ആളുകൾക്ക് ആ മൃഗം നാളെ ആഖിറത്തിൽ നരകത്തെ തൊട്ട് കാവലാളാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന് ലഭിക്കാനുള്ള ഏറ്റവും വലിയ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ ഗൗരവത്തെ കാണിച്ചുകൊണ്ട് ഇത്ര പോലും സംസാരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്,
മൻ വജദ സഅതൻ ലിഅൻ യുദഹിയ ഫലം യുദഹി ഫലം യഹ്ദുർ മുസല്ലാനാ. ഉദ്ഹിയ്യത്ത് അറുക്കാൻ നിർവൃതിയുണ്ടായിട്ട് ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശമില്ലാതെ പെരുന്നാൾ നിസ്കരിക്കാൻ അവൾ പള്ളിയിലേക്ക് വരേണ്ടതില്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടുകൂടെ സംസാരിക്കുകയാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഹനഫി മദ്ഹബിൽ പ്രിയപ്പെട്ടവരെ ഉദ്ഹിയ്യത്ത് അറുക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ഉദ്ഹിയ്യത്ത് അറുക്കാൻ നിർവൃതി ഉണ്ടായിട്ട് ഉദ്ഹിയ്യത്ത് അറുക്കാതെ പെരുന്നാൾ നിസ്കരിക്കാൻ വന്നിട്ട് എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ഈ ഹദീസ് മുഖവിലേക്ക് എടുത്തുകൊണ്ട് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദ്ഹബിൽ ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നത് ഹനഫി മദ്ഹബിൽ നിർബന്ധമാണ്. ശാഫിഈ മദ്ഹബിൽ പ്രിയപ്പെട്ടവരെ ഉദ്ഹിയ്യത്ത് അറുക്കൽ നിർബന്ധമല്ല, എങ്കിലും ശക്തിയായ സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. കാരണം വേറെ ഒരു മദ്ഹബിൽ അത് നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ വളരെ ശക്തമായ സുന്നത്തായി മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പെരുന്നാൾ ദിവസത്തിലെ രാത്രിയിലും പകലിലും തനിക്കും തന്റെ ആശ്രിതരായ ആളുകൾക്കും കഴിക്കാനുള്ള ഭക്ഷണവും പാർപ്പിടവും വെള്ളവും വസ്ത്രവും ഒക്കെ അതിനുവേണ്ട സാമ്പത്തികമായ ഭദ്രത ഉറപ്പുവരുത്തി അള്ളാഹുവിന്റെ വഴിയിലും അതുപോലെ അടിമകൾക്കുള്ളതുമായ കടങ്ങൾ നികത്താനുള്ള സാമ്പത്തിക ശേഷിയുള്ള എല്ലാ ആളുകൾക്കും പ്രിയപ്പെട്ടവരെ ഉദ്ഹിയ്യത്ത് അറുക്കൽ സുന്നത്താണെന്ന് മഹാന്മാരായ ഫുഖഹാ പറയുകയാണ്. കടമുള്ള ആളുകൾക്ക് ഉദ്ഹിയ്യത്ത് ഇല്ലെന്നല്ല പറയുന്നത്, കടമുണ്ട്, പക്ഷെ ആ കടത്തിനനുസരിച്ച് അയാൾക്ക് സ്വത്തില്ല. കടമുള്ളത് ഒരു 10 ലക്ഷം രൂപയാണ്. അദ്ദേഹം താമസിക്കുന്നത് 1 കോടി രൂപ വിലയുള്ള വീട്ടിലാണ്. അതിനാണ് 90 ലക്ഷം രൂപ മിച്ചമാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് പെരുന്നാൾ ആഘോഷിക്കാൻ തന്റെ ആശ്രിതരായ ആളുകൾക്കും തനിക്കും ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും വെള്ളവും ഭക്ഷണവും ഒക്കെയായി എത്രയാണോ ചെലവുള്ളത് അതിൽ നിന്ന് മിച്ചം വരുന്ന സംഖ്യയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ആടിനെയോ ഒരു മാടിനെയോ ഒട്ടകത്തെ അറുക്കാൻ കഴിവുള്ളവൻ ഒട്ടകത്തെയോ അറുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കടമുണ്ട്, 10 ലക്ഷം രൂപ കടമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ആ കടം വീട്ടാൻ ഒരു നിർവാഹവുമില്ല. അദ്ദേഹം വാടകപ്പുരയിൽ താമസിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ തനിക്ക് വീടുണ്ട്, സ്വത്തുണ്ട്, ഇതെല്ലാം വിറ്റാലും ആ കടം വീട്ടാൻ നിർവാഹമില്ല. കടം വീട്ടണമെന്നല്ല പറയുന്നത്, കടം വീട്ടുകയാണെങ്കിൽ വീട്ടിയാൽ പിന്നെ അദ്ദേഹത്തിന് ഉദ്ഹിയ്യത്ത് അറുക്കാൻ പെരുന്നാളിന്റെ ചെലവും കഴിച്ചു വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവരെല്ലാം ഉദ്ഹിയ്യത്ത് അറുക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാം പറയുന്നു. അവനാണ് ഉദ്ഹിയ്യത്ത് അറുക്കാൻ കഴിവുള്ളവൻ. ഈ കഴിവുണ്ടായിട്ട് ഉദ്ഹിയ്യത്ത് അറുക്കാതെ പെരുന്നാൾ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് അതിന്റെ ഗൗരവത്തെ സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഉദ്ഹിയ്യത്ത് എന്നത് ശക്തമായ സുന്നത്താണ്. പറ്റുമെങ്കിൽ നമുക്ക് ഒരു ആടിനെ അറുക്കാം. ഒരു ആടിനെ അറുക്കാനാണ് നിർവൃതിയുള്ളത് എങ്കിൽ, കഴിവുള്ളത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു ആടിനെ അറുക്കുക. 2 വയസ്സ് പ്രായമുള്ള ഒരു ആട്. നമ്മുടെ നാട്ടിലൊക്കെ കോലാട് എന്നാണ് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നെയ്യാടുണ്ട്, അതിന് 1 വയസ്സ് പ്രായമുണ്ടായാൽ മതിയായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ആടിന് 2 വയസ്സ് പ്രായമാകണം, അത് കോലാടാണ്. പക്ഷെ 2 വയസ്സ് പ്രായമുള്ള കോലാട് കിട്ടാൻ വളരെ പ്രയാസമാണെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ശാഫിഈ മദ്ഹബിൽ തന്നെ 1 വയസ്സായ കോലാടുണ്ടായാലും മതി എന്ന അതിശക്തമായ ഒരു അഭിപ്രായം ശാഫിഈ മദ്ഹബിൽ നമുക്ക് കാണാം. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ ഈലാഹിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 1 വയസ്സ് 2 വയസ്സ് പ്രായമായ ആടിനെ കിട്ടുമെങ്കിൽ അത് തന്നെ വേണം. ആടായാലും മാടായാലും 2 വയസ്സ് വേണം. ഒട്ടകമാകുമ്പോൾ അതിന് 5 വയസ്സ് വേണമെന്ന് ഫുഖഹാ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആട് എന്ന് പറയുന്നതിൽ ഒരാൾക്ക് മാത്രമേ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റുകയുള്ളൂ. അതേസമയം ഒരു മാടായാൽ, മാട് എന്ന് പറയുമ്പോൾ അത് മൂരി, കാള, പോത്ത്, എരുമ, പശു, ഈ 5 മൃഗങ്ങൾ അതിൽ പെടുന്നു. ഈ മാടിൽ 7 ആളുകൾക്ക് വരെ പങ്കാളിയാകാം. 7 ആളുകൾ എന്ന് പറയുമ്പോൾ 7 ആളുകൾ അത് തഈനായ അവസ്ഥയിൽ തന്നെ വേണം, നിജപ്പെടുത്തിയിട്ട് വേണം.
ഒരു മൃഗത്തിന് പ്രിയപ്പെട്ടവരെ 60 ലക്ഷം രൂപയാണ്, 60,000 രൂപയാണ് വില എന്ന് സങ്കല്പിച്ചോളൂ. അതിന് 10 ആളുകൾ കാശെടുത്തു. 6,000 രൂപ വെച്ച് പ്രിയപ്പെട്ടവരെ കാശെടുത്തിട്ട് 10 ആളുകൾക്ക് ഒരു മൃഗമായി 60,000-ന്റെ ഒരു മൃഗമെടുത്താൽ സത്യത്തിൽ ഒരാൾക്ക് പോലും അവിടെ ഉദഹിയത്ത് ലഭിക്കുകയില്ല. കൊട്ടക്കണക്കിന് രൂപ പൈസ മേടിച്ചിട്ട് 10 ലക്ഷമോ 20 ലക്ഷമോ രൂപ ഉണ്ടാക്കിയിട്ട് പ്രിയപ്പെട്ടവരെ അതിനെല്ലാം മൃഗങ്ങൾ വാങ്ങി ഉദഹിയത്തറുത്താൽ ഉദഹിയത്താവുകയില്ല. ഒരു മൃഗത്തെ നോക്കി ഈ മൃഗത്തിൽ എന്റെ ഷെയർ ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ഓരോരുത്തരും മൃഗത്തെ തറയിനാക്കി പ്രിയപ്പെട്ടവരെ ഒരു മൃഗത്തിൽ ആടല്ലാത്ത മാടിൽ അല്ലെങ്കിൽ ഒട്ടകത്തിൽ 7 ആളുകൾക്ക് വരെ പങ്കാളിയാകാമെന്ന് മഹാന്മാരായ ഫുഖഹാവ് പറയുന്നു. ഒരു മാടിനെ അറുക്കുമ്പോ നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് അഖീഖത്ത് അറുക്കാത്തവരുണ്ടാകും. അവർക്ക് കിട്ടുന്ന സുവർണാവസരമാണ്. ഒരു വീട്ടിലാണ് മാടിനെ അറുക്കുന്നതെങ്കിൽ ആ വീട്ടിൽ 1, 2, 3 ആളുകൾക്ക് വരെ അതിൽ ഉദ്ഹിയ്യത്ത് ഷെയറായ നിലയിൽ പങ്കാളിയാവുകയും പ്രിയപ്പെട്ടവരെ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഉദ്ഹിയ്യത്തായി നമുക്ക് അഖീഖത്തായിട്ട് വേണമെങ്കിൽ നിയ്യത്ത് ചെയ്യുകയും ചെയ്യാം. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഖുബറയിൽ വിവരിക്കുന്നുണ്ട്, ഒരു കച്ചവടക്കാരനായ ആള് 7-1 ഷെയറായത് കച്ചവടത്തിന് വേണ്ടിയാണ്. ബാക്കിയുള്ള 6 ഷെയറുകൾ ഹഖീഖത്തായും അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തായും കരുതിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതുപോലും സാധ്യമാകും, അത് സാധ്യതയുള്ളതാണ് എന്ന് മഹാന്മാരായ ഫുഖഹാവ് പറയുന്നു. പറഞ്ഞുകൊണ്ട് വന്നത്, ഒരു ആടിനെയാണ് നാം അറുക്കുന്നത് എങ്കിൽ ഒന്നിരിക്കൽ അതിൽ ഹഖീഖത്ത് കരുതാം, അല്ലെങ്കിൽ ഉദ്ഹിയ്യത്ത് കരുതാം. രണ്ടും കൂടി കരുതിയാൽ രണ്ടും ശരിയാവുകയില്ല. ഇതാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം മാടാകുമ്പോൾ 7 ആളുകൾക്ക് വരെ അതിൽ പങ്കാളിയാകാൻ പറ്റും. അങ്ങനെ ഒരു മാട് വാങ്ങി അറുക്കാൻ നമുക്ക് കഴിവില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു 10,000-ൽ ചുരുങ്ങിയ കാശ് കൊണ്ട് ഷെയറായി ഒരു 7 ആളുകൾ വീതം പങ്കാളിയായി മാടിനെ അറുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ ജമാഅത്തിന്റെ കീഴിൽ കൂട്ടായ അവസ്ഥയിൽ ഉണ്ടായാൽ വളരെ ഭംഗിയാണ്. എന്റെ നാട് പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഓരോ വർഷവും ഒരു 50 കന്നെങ്കിലും പ്രിയപ്പെട്ടവരെ അറുത്തു വരികയാണ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 50 കന്നുകളെ അറുക്കാൻ ആ നാട്ടിലുള്ള എല്ലാ ആളുകളും അറുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള അറിവ് നിർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും പങ്കാളിയാകുന്ന വിധത്തിൽ അന്നത്തെ ആ പെരുന്നാൾ ദിവസം വളരെ ഭംഗിയായി ആഘോഷിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നേരത്തെ ഞാൻ എറണാകുളം കണ്ടന്തറ എന്ന് പറയുന്ന ഒരു ജമാഅത്തിൽ ജോലി ചെയ്തപ്പോൾ 160 കന്നുകൾ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ഉദ്ഹിയ്യത്ത് അറുത്തത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സാമൂഹ്യമായി നമ്മുടെ ജമാഅത്തുകൾക്ക് കീഴിലെല്ലാം ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാൽ എല്ലാ ആളുകളുടെയും വീടുകളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മാംസം എത്തിക്കാനും ഇതിൽ പങ്കാളിയാകാനും കഴിയും. ആ വഴിക്ക് നമ്മൾ എല്ലാവരും ആലോചിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞുകൊണ്ടുവരുന്നത്, പ്രിയപ്പെട്ടവരെ, ആട് 2 വയസ്സുള്ളതാവണം. മാടാണെങ്കിൽ അതിനും 2 വയസ്സ് വേണം. ആടിൽ ഒരാൾക്ക് മാത്രമേ പറ്റൂ. മാടാകുമ്പോൾ 7 ആളുകൾക്ക് വരെ അതിൽ പങ്കാളിയാകാമെന്ന് മഹാന്മാരായ ഫുഖഹാവ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, മുടന്തുള്ള മൃഗത്തെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റുകയില്ല. അതുപോലെ വാദം പിടിച്ച് കുഴഞ്ഞു വീണ മൃഗത്തെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ കഴിയില്ല. 2 കണ്ണുകൾ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയ, വാല് അറ്റുപോയ, അകിട് മുറിഞ്ഞു പോയ, ചൊറു പിടിച്ച രോഗമുള്ള, ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയ മൃഗത്തെ ഒന്നും ഉദ്ഹിയ്യത്ത് അറുക്കാൻ പാടില്ല എന്ന് മഹാന്മാരായ ഫുഖഹാവ് പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. والأفضل ذكر جميل سمين أقرن أبيض. പുരുഷവർഗത്തിൽപ്പെട്ട തടിച്ചു കൊഴുത്ത നല്ല വെളുപ്പുള്ള 2 കൊമ്പുമുള്ള ഒരു മൃഗത്തെയാണ് ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് ഏറ്റവും നല്ലത് എന്ന് പ്രിയപ്പെട്ടവരെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഉദ്ഹിയ്യത്തിൽ 2 വശമുണ്ട്. സുന്നത്തായ ഉദ്ഹിയ്യത്തുണ്ട്, അതുപോലെ നിർബന്ധമായ ഉദ്ഹിയ്യത്തുണ്ട്. ഞാൻ ഉദ്ഹിയ്യത്ത് അറുക്കാൻ നേർച്ചയാക്കി എന്നൊരാൾ പറഞ്ഞാൽ അത് ഉദ്ഹിയ്യത്ത് നേർച്ചയായി പോയി, അത് നിർബന്ധമായി പോയി. ആ ഉദ്ഹിയ്യത്ത് പ്രിയപ്പെട്ടവരെ
അറുത്താൽ ആ നാട്ടിലുള്ളവർക്ക് തന്നെ വിതരണം ചെയ്യണമെന്ന നിർബന്ധമുണ്ട്. ആ ഉദ്ഹിയ്യത്തിന്റെ മാംസത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ എല്ലോ തോലോ ഒന്നും തന്നെ ആ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പാടില്ല, നേർച്ചയാക്കിയ ആളുകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. ആ നാട്ടിൽ തന്നെ ധനികന്മാരായ ആളുകൾക്ക് പോലും ആ നേർച്ചയായ മൃഗത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്ന് മഹാന്മാരായ ഫുഖഹാവ് പറയുകയാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം നേർച്ചയാക്കിയാൽ പിന്നെ അത് നിർബന്ധമായല്ലോ. ഹഖീഖത്ത് അറുക്കാൻ നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് ഒരിക്കലും ആ നേർച്ചയാക്കിയ ആള് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന തന്റെ ആശ്രിതരായ ആളുകൾ അതിൽ നിന്ന് മാംസം ഭക്ഷിക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ചിലപ്പോ വീടുകളിൽ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നേർച്ച നടത്താറുണ്ട്. ആ നേർച്ച എന്താണ്? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കുത്തുബിയത്ത് നടത്താൻ വേണ്ടി കോഴി നേർച്ചയാക്കാറുണ്ട്. മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ കോഴിയെ നേർച്ചയാക്കിയാൽ ആ കോഴിയും പിടിച്ച് നമ്മൾ ആരും ബഗ്ദാദിലേക്ക് വണ്ടി കയറാറില്ല. നമ്മുടെ നാടിന്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ കോഴിയെ അറുത്ത് കുത്തുബിയത്ത് നടത്തി പ്രിയപ്പെട്ടവരെ അനന്തരം ആ സദസ്സിന് ശേഷം അവിടെ വന്ന ആളുകൾക്ക് വീട്ടുകാരുൾപ്പെടെ അത് ഭക്ഷിക്കുക എന്നതാണ്. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു സമ്പ്രദായമാണ്. ആ നേർച്ചയ്ക്ക് പ്രശ്നമില്ല, അത് വീട്ടുകാർക്ക് കഴിക്കാം, വന്നവർക്ക് കഴിക്കാം, യാതൊരു വിരോധവുമില്ല. കാരണം അതൊക്കെ നാട്ടിലുണ്ടായ സമ്പ്രദായങ്ങളിലൂടെ വന്ന നേർച്ചകളാണ്. പ്രിയപ്പെട്ടവരെ, അതേസമയം ഉദ്ഹിയ്യത്തിന്റെ കാര്യത്തിൽ നേർച്ചയാക്കിയാൽ ഏത് രൂപത്തിൽ കൃത്യമായി അത് ചെലവഴിക്കണമെന്ന വിവരം മഹാന്മാരായ ഫുഖഹാവ് ഹദീസിന്റെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉദ്ഹിയ്യത്ത് സുന്നത്തായാലും നേർച്ചയായാലും ഒരിക്കലും തന്നെ അതിന്റെ തോല് അതാ അറബുകാർക്ക് കൂലിയായി കൊടുക്കാൻ പാടില്ലെന്ന് അതാ മഹാന്മാര് വിവരിക്കുകയാണ്. ഒരിക്കലും തന്നെ അറുത്ത മൃഗത്തിന്റെ തോല് പ്രിയപ്പെട്ടവരെ അറുത്തവർക്ക് കൂലിയായി നൽകാൻ പാടില്ല. നേർച്ചയായതാണെങ്കിൽ അതിൽ നിന്ന് ഒന്നും വിൽപ്പന നടത്താൻ പാടില്ല. നേർച്ചയായാലും ശരി, സുന്നത്തായാലും ശരി, ഒരു സാധനവും വിൽപ്പന നടത്താൻ പാടില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ സ്വതക്കയായിട്ട് ദാനം ചെയ്താൽ അത് ആ പാവപ്പെട്ടവന്റെ അവകാശമായി മാറി അത് പിന്നീട് അദ്ദേഹത്തിന് വിൽക്കുകയോ കൊടുക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാം, യാതൊരു വിരോധവുമില്ല. ഫറദായാലും ശരി, സുന്നത്തായാലും ശരി, ഫറദ് എന്ന് പറഞ്ഞാൽ നേർച്ചയായ മൃഗം, പ്രിയപ്പെട്ടവരെ, അതിന്റെ ഒരു ഭാഗവും ആ വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം നേർച്ചയായത് ഒരിക്കലും തന്നെ വിൽപ്പന നടത്താനും പാടില്ല, ഉപയോഗിക്കാനും പാടില്ല. സുന്നത്തായ ഉദ്ഹിയ്യത്തിന്റെ തോല് വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അറുക്കുന്നവരെ സ്വന്തമായി ഉപയോഗിക്കാം, വിൽപ്പന നടത്താൻ പാടില്ല. നേർച്ചയായ മൃഗത്തിൻ്റെത് ഒന്നും തന്നെ അവന് ഉപയോഗിക്കാൻ പാടില്ല. അത് പാവപ്പെട്ടവരുടെ അവകാശമാണ്. പാവപ്പെട്ടവരെന്ന് പറയുമ്പോൾ നാട്ടിലുള്ള ഫഖീറുമാരും മിസ്കീന്മാരും. നാടിന്റെ പുറത്ത് നേർച്ചയുടെ ബലിദാനത്തിന്റെ മാംസം കൊടുക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ നാട്ടിൽ അറുത്ത ഒരു മാംസം അത് സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ പോലും എല്ലാം കൂടി വേറെ ഒരു നാട്ടിലേക്ക് കൊണ്ടുപോവുക അതും പാടില്ലാത്തതാണ്. ഏതൊരു നാട്ടിലാണോ നമ്മൾ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത്, നമ്മുടെ വകയായി കൊല്ലത്ത് ഒരു അറുവ് നടത്തുകയാണ്, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ഒരു അറവ് നടത്തുകയാണ്, സൂറത്തിൽ ഒരു അറവ് നടത്തുകയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വകയായി അവിടെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അറവ് നടക്കുമ്പോൾ സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ പോലും ആ അറവ് നടത്തിയ ഒരു സ്ഥലമുണ്ട്. അറുക്കലോടുകൂടെ അത് ആ നാട്ടുകാരുടെ അവകാശമായി മാറുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് ഒരല്പമെങ്കിലും ആ നാട്ടുകാർക്ക് കൊടുക്കണം. അത് സുന്നത്തായാൽ പോലും അങ്ങനെയാണ് നിയമം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അറുത്ത ഉദ്ഹിയ്യത്ത് സുന്നത്താണെങ്കിൽ പോലും അതിൽ നിന്ന് ഒരു ഭാഗം പ്രിയപ്പെട്ടവരെ ഈ നാട്ടുകാർക്ക് വിതരണം ചെയ്യാം. സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് വിതരണം ചെയ്യാം, ധനികന്മാർക്ക് കൊടുക്കാം, അതിനൊന്നും വിരോധമില്ല. സാധാരണഗതിയിൽ നിന്ന് നമ്മുടെ നാടുകളിലൊക്കെ അറുക്കുന്ന ഉദ്ഹിയ്യത്തുകൾ പ്രിയപ്പെട്ടവരെ സുന്നത്തായ ഉദ്ഹിയ്യത്താണ്. അതുകൊണ്ട് നേർച്ചയായ ഉദ്ഹിയ്യത്താണ് ഇത് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ, അല്ലെങ്കിൽ ഇത് എന്റെ ഉദ്ഹിയ്യത്താണ് എന്ന് ഒരു മൃഗത്തെ നോക്കിയിട്ട് ഒരാൾ പറയുകയാണ്. ഫുഖഹാവ് ആ കാര്യം പ്രത്യേകമായി പറയുന്നുണ്ട്. ഒരാൾ ഒരു മൃഗത്തെ നോക്കിയിട്ട് ഇത് എന്റെ ഉദ്ഹിയ്യത്താണ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ഹിയ്യത്ത് അറുക്കൽ നിർബന്ധമായ മൃഗമായി മാറി. അതുകൊണ്ട് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുകയാണെങ്കിലും നേർച്ചയാക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ഇതെന്റെ സുന്നത്തായ ഉദ്ഹിയ്യത്താണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ നിയ്യത്ത് ചെയ്യണം.
നിയ്യത്ത് നമുക്ക് നേരത്തെ വെക്കാം, അതിന് വിരോധമില്ല. ഇപ്പോൾ മാസം കടന്നില്ല, അതിന്റെ മുമ്പ് തന്നെ നമ്മളൊരു മൃഗത്തെ നോക്കിയിട്ട് ഈ മൃഗത്തെ എന്റെ സുന്നത്തായ ഉദഹിയത്തായി തറുക്കാനുള്ള മൃഗമാണെന്ന് പറഞ്ഞാൽ നിയ്യത്ത് വെക്കുന്നത് എത്രയോ നേരത്തെയാണ്. മഹാനായ ഇബ്നു ഹജർ ലൈതമി റളിയല്ലാഹു അൻഹു ശറഹുൽ ഇബാദിൽ രേഖപ്പെടുത്തി നിയ്യത്ത് നേരത്തെ തന്നെ വെക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഗൾഫിലുള്ള ഒരാളെ, നാട്ടിലുള്ള ഒരാളെ അറുക്കാൻ വേണ്ടി വക്കാലത്താക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പെരുന്നാൾ ദിവസത്തിലാകണം ഇവിടത്തെ ഉദഹിയത്ത് എന്ന നിബന്ധനയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പെരുന്നാള് ഗൾഫിലുള്ളത് സൗദിയില് ബുധനാഴ്ചയാണ്, നമ്മുടെ പെരുന്നാൾ ചൊവ്വാഴ്ചയാണ്. അങ്ങനെ ഉണ്ടാകാറില്ല. എപ്പോഴും അവിടെയാണ് പെരുന്നാൾ മുമ്പിലാകാറുള്ളത്. സപ്പോസ് പെരുന്നാൾ അവിടെ ബുധനാഴ്ചയും നമുക്ക് ചൊവ്വാഴ്ചയുമായാൽ ചൊവ്വാഴ്ച പെരുന്നാൾ നിസ്കരിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരെ, ഗൾഫിലുള്ളവന്റെ ഉദഹിയത്ത് നമുക്ക് ഇവിടെ അറുക്കാൻ നിർവാഹമില്ല. കാരണം എന്നെ വക്കാലത്താക്കിയ മുവക്കിലിന്റെ സമയം നാളെയാണ്. അദ്ദേഹത്തിന് എപ്പോഴാണോ ഇടപെടാൻ പറ്റുന്നത് അപ്പോൾ മാത്രമേ ഇവിടെയും ഉദഹിയത്ത് അറുക്കാൻ പാടുള്ളൂ എന്ന് മഹാന്മാരായ ഫഖഹാ പറയുകയാണ്. ഒരാള് എല്ലാ കാര്യത്തിനും കൂടി ഒരാളെ അങ്ങ് വക്കാലത്താക്കുകയാണ്. എനിക്ക് വേണ്ടി ഉദഹിയത്ത് അറുക്കാനും നിയ്യത്ത് വെക്കാനും വിതരണം ചെയ്യാനും കന്നു വാങ്ങാനും ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് ഭംഗിയായി നിർവഹിക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ 7 ആളുകൾക്ക് കൂടി ഒരാളെയാണ് ചുമതലപ്പെടുത്തുന്നതെങ്കിൽ ഈ 7 ആളുകൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, അതേസമയം ആ മൃഗത്തെ അറിവ് നടത്തുന്ന സമയത്ത് ഈ പറയുന്ന ആളുകൾ വക്കാലത്താക്കിയവരാണെങ്കിൽ പോലും അവിടെ ഹാജരാകൽ സുന്നത്തുണ്ടെന്ന് മഹാന്മാരായ ഫഖഹാ പറയുന്നു. ആരാണ് ഉദഹിയത്ത് അറുക്കുന്നത് അവൻ തന്നെ സ്വന്തമായി അറുക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി അറുക്കാൻ വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ മൃഗം അറുക്കുന്ന സമയത്ത് ഏൽപ്പിച്ചിട്ടുള്ള മുവക്കിൽ അവിടെ ഹാജരാകൽ സുന്നത്താണെന്ന് മഹാന്മാരായ ഫഖഹാ വളരെ വ്യക്തമായി പറയുകയാണ്. പെരുന്നാളിന്റെ ദിവസം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ സമയം ആരംഭിക്കുകയാണ്. ചെറിയ രൂപത്തിലുള്ള 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരവും ഖുതുബയും കഴിഞ്ഞാൽ ഉദ്ഹിയത്ത് അറുക്കാനുള്ള സമയമായി. പിന്നെ അയ്യാമത്തെ ശരീഅത്ത് അഥവാ 10, 11, 12, 13 മഗ്‌രിബ് വരെയുള്ള സമയം പ്രിയപ്പെട്ടവരെ ഉദ്ഹിയത്ത് അറുക്കാനുള്ള സമയമായി. ഇതിന്റെ ഇടയിൽ ഒരു കുട്ടി പ്രസവിച്ചു. 3-ാം പെരുന്നാളിനാണ് ഒരു കുട്ടി പ്രസവിച്ചത്. ആ കുട്ടിക്ക് പോലും ഉദ്ഹിയത്ത് അറുക്കൽ സുന്നത്തുണ്ട്. ഉദ്ഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ശരീരത്തിൽ നിന്ന് മുടിയോ, ശരീരത്തിൽ നിന്ന് നഖമോ, ശരീരത്തിൽ നിന്ന് രക്തമോ നീക്കം ചെയ്യാതിരിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ആ ഉദ്ഹിയത്ത് അറുക്കുന്നത് വരെയും ശരീരത്തിലുള്ള മുഴുവൻ മുടികളും പാപമോചനത്തിന് സാക്ഷിയാവുന്നതിന് വേണ്ടിയാണ് ഉദ്ഹിയത്ത് അറുക്കുന്നത് വരെ അത് നീക്കം ചെയ്യാതിരിക്കണമെന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതിന് സാക്ഷിയാകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഉദ്ഹിയത്ത് അറുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ഉദ്ഹിയത്ത് ദുൽഹിജ്ജ 1 മുതൽ ആദ്യത്തെ മൃഗം അറുക്കുന്നത് വരെ, ഒരാൾ 1-ലധികം മൃഗങ്ങൾ അറുക്കുകയാണെങ്കിൽ കറാഹത്ത് 1-ാമത്തെ മൃഗം അറുക്കുന്നതോടുകൂടെ നീങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇനി 2, 3 ഒക്കെ ഉദ്ഹിയത്ത് അടുത്ത ദിവസങ്ങളിലായി അറുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുവരെ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. എങ്കിലും കറാഹത്ത് 1-ാമത്തെ ഉദ്ഹിയത്തോടുകൂടെ ഇല്ലാതെയായി എന്ന് മഹാന്മാരായ ഫഖഹാ പറയുന്നു. മരണപ്പെട്ടവർക്ക് വേണ്ടി ഉദ്ഹിയത്ത് അവരുടെ വസിയത്തില്ലാതെ അറുക്കാൻ ശരിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഉദ്ഹിയത്ത് അറുത്തിരുന്ന അലിയാരെന്ന് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഉദ്ഹിയത്ത് അറുത്ത സംഭവം ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിന് മഹാന്മാരെ നൽകുന്ന മറുപടി, അല്ലാഹുവിന്റെ റസൂൽ അലിയാര് മരിക്കുന്നത് വരെയും എനിക്ക് വേണ്ടി ഉദ്ഹിയത്ത് അറുക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിന് ശേഷവും അലിയാര് ഉദ്ഹിയത്ത് അറുക്കും. അല്ലാഹുവിന്റെ റസൂലും 100 ആടുകളെ കൊണ്ടുവന്നിട്ട് 66 എണ്ണം പ്രിയപ്പെട്ടവരെ നബി തങ്ങൾ സ്വന്തമായി അറുക്കുകയും ബാക്കിയുള്ളത് അറുക്കാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 100 ആടുകളെ അറുക്കുകയാണ് ഉദ്ഹിയത്തിന് വേണ്ടി ഒരു ദിവസം.
അതിൽ 66 നബിതങ്ങൾ സ്വന്തമായി അറുക്കുന്നു. ബാക്കിയുള്ളത് അറുക്കാൻ വേണ്ടി അലിയെ ഏൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങളുടെ മരണം വരെ ഉദ്ഹിയ്യത്ത് അറുക്കണമെന്ന് നബിതങ്ങൾ വസിയ്യത്ത് ചെയ്യുന്നു. കാരണം ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണ്. എത്രായിരം രൂപയാണ്, ലക്ഷക്കണക്കിന് രൂപയാണ് ഹോസ്പിറ്റലുകളിൽ പ്രിയപ്പെട്ടവരെ മരുന്നിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത്. എന്നാൽ നമുക്ക് ഇത്തരം അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് മോചനം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഉദ്ഹിയ്യത്ത് എന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഉദ്ഹിയ്യത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് തഖ്വയാണ്. നാം വാങ്ങുന്ന മൃഗത്തിന്റെ മേനി കണ്ട് പെരുമയൊന്നും നമ്മുടെ മനസ്സിൽ വേണ്ട. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, ലയ്യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ ആ മൃഗത്തിന്റെ തോലോ അതിന്റെ മാംസമോ അതിന്റെ കൊമ്പോ അതിന്റെ മറ്റുള്ള അവയവങ്ങളോ ഒന്നും അല്ലാഹുവിന് ലഭിക്കാനുള്ളതല്ല. നിങ്ങൾ അറുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള തഖ്വയാണ് അല്ലാഹുവിനുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉദ്ഹിയ്യത്തിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധ ചെലുത്തുകയും ജമാഅത്ത് അടിസ്ഥാനത്തിൽ തന്നെ അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം. തെരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകൾ മാത്രം അതിന്റെ പ്രവർത്തകരായി മുന്നോട്ട് വന്ന് എല്ലാ ആളുകളിൽ നിന്നും ഷെയർ ശേഖരിച്ച് ഒരു കുടുംബത്തിൽ നിന്ന് ഇത്ര ആളുകൾ ഷെയറായിട്ട് കന്നുകൾ അറുക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ അൽഹംദുലില്ലാഹ് ഓരോ വീടുകളിലും പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു 10 കിലോ മാംസമെങ്കിലും ലഭിക്കാവുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാം. ഇന്ന് പൈസ കൊടുത്ത് മാംസം വാങ്ങാൻ കഴിവില്ലാത്ത ആളുകളൊന്നുമല്ല. പക്ഷേ ഇബാദത്തുകൾ അതിന്റെ തനതായ ശൈലിയിൽ പ്രിയപ്പെട്ടവരെ നിർവഹിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബറക്കത്തുകളും ഖൈറാത്തുകളും അല്ലാഹുവിൽ നിന്ന് വർദ്ധിപ്പിച്ച് ലഭിക്കാൻ അത് കാരണമാകും. ആ ഭാഗത്തേക്ക് നമ്മുടെയൊക്കെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.